Hello everyone, welcome back to my YouTube channel. So today we are going to Netherlands and നമ്മളിപ്പോൾ ഇന്ന് എടുത്തേക്കുന്നത് ഫ്ലിക്സ് ബസ്സാണ്. സോ ഫ്ലിക്സ് ബസ് ഫ്രം ഡുയിസ്ബർഗ് ടു ആംസ്റ്റർഡാം, not to Central but some other place but I don't know how to pronounce. So yeah, you can read it from the board. I think it's pronounced as Sloterdijk. I don't know, it's in Dutch. But yeah, so we are going to Saint-Seschanz. സോ സാൻസിഷാൻസിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു വിൻഡ് മിൽ വില്ലേജാണ്. സോ ഇത് വരുന്നത് സാൻഡം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫുൾ വിൻഡ് മിൽസ്, പിന്നെ കുറച്ച് ചീസ് ഫാക്ടറി, പിന്നെ വുഡൻ ഷൂസിൻ്റെ ഒരു ഫാക്ടറി, അതൊക്കെയാണ് മെയിൻ അട്രാക്ഷൻസ്. നമുക്ക് ഈ പോകുന്ന വഴിയിൽ കാണുമ്പോൾ ഈ ബ്രിഡ്ജ് ഇങ്ങനെ അവർ താഴെ ഷിപ്പും അല്ലെങ്കിൽ ബോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുകളിലേക്ക് പൊക്കി വെച്ചേക്കുന്നത് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ വിൻഡ് മിൽ സിറ്റി. ആസ് യൂഷ്വൽ ഇത് ഇവിടെ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും ഓൾറെഡി മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മൾ നമ്മുടെ പേരൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവിടെ ഇങ്ങനെ കുറേ മിഫിയുടെ കുറേ ക്യൂട്ട് സ്റ്റോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വിൻഡ് മിൽ വില്ലേജ് ആക്ച്വലി അവിടെ വിൻഡ് മിൽ ഉള്ളത് തന്നെ ഇവിടെ കുറേ വിൻഡുള്ള കാരണമാണല്ലോ. അപ്പോൾ അടിപൊളിയായിട്ട് ഇവിടെ കാറ്റായിരുന്നു. അപ്പോൾ അത്യാവശ്യം മഴയും തണുപ്പുള്ളൊരു ദിവസത്തിലാണ് നമ്മൾ പോയത്. അപ്പോൾ അത്യാവശ്യം നന്നായി തണുക്കുന്നുണ്ടായിരുന്നു. പിന്നെ സ്ഥലം കാണാനും അത്യാവശ്യം അടിപൊളിയാണ്. കാരണം നമ്മളധികം കാണാത്ത കൈൻഡ് ഓഫ് ബിൽഡിങ്ങും അതുപോലെ തന്നെ കുറേ വിൻഡ് മിൽസും പിന്നെ കുറേ ക്യൂട്ട് ഷോപ്സ് അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു പ്ലേസാണത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ അവിടെ ഇങ്ങനെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സ്റ്റോറിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ പേരൻസിന് കുറച്ച് എന്തെങ്കിലും സോവിനിയർ പോലെ എന്തെങ്കിലും വാങ്ങണമായിരുന്നു. അപ്പോൾ അതിൽ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. ഇവിടെ ഇങ്ങനെ കുറേ ക്യൂട്ടായിട്ടുള്ള സെറാമിക് പെയിൻറ്റിങ്സും അതുപോലെ തന്നെ സെറാമിക്കിൻ്റെ കുറേ പ്ലേറ്റ്സും പിന്നെ കുറേ വുളൻ ആയിട്ടുള്ള എന്തോ ഡ്രസ്സാണോ അതുപോലത്തെ കുറേ സാധനങ്ങളൊക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലേസ്. ഇപ്പോൾ കുറച്ച് മഴയൊക്കെ മാറി സ്കൈയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നേരത്തെ ഫുൾ ഇങ്ങനെ ക്ലൗഡി ആയിട്ട് നിൽക്കായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കേണ്ട ഒരു ചീസിൻ്റെ ഷോപ്പാണ്. അവിടെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ചീസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് ഫ്ലേവർ ചീസ് വേണമെങ്കിൽ കിട്ടും. അപ്പോൾ നമുക്കൊപ്പം തന്നെ ഇതിൻ്റെ ചീസ് ടേസ്റ്റിംഗ് കൂടി ഉണ്ട്. അപ്പോൾ അവിടെ വലിയൊരു ക്യൂ ആണ്. നമുക്ക് തന്നെ അറിയില്ല എത്ര കൈൻഡ് ഓഫ് ഫ്ലേവേഴ്സ് അവിടെ ഉണ്ടെന്ന്. കുറേ, അതായത് ഗാർലിക്കിൻ്റെ ചീസ്, പിന്നെ ഹണിയുടെ ചീസ്, ചോക്ലേറ്റിൻ്റെ ചീസ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ചീസ്. അങ്ങനെ നമ്മളവിടെ നിന്ന് ഒരു ചീസ് ഡിപ്പൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ അടുത്ത പ്ലേസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ ഒരു ഐസ്ക്രീം കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മമ്മിക്ക് ഐസ്ക്രീം ഭയങ്കര ഫേവറേറ്റാണ്, എസ്പെഷ്യലി വാനില ഐസ്ക്രീം. സോ അതൊക്കെ വാങ്ങിച്ച് നമ്മളിൻ്റെ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് ഷൂസ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നത് ഒരു പാർട്ട് ഓഫ് ഡച്ച് കൾച്ചറാണ് ഇങ്ങനത്തെ വുഡൻ ഷൂസ്. അപ്പോൾ അവിടെ അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്ങനെയാണ് ഇത് ഷൂ ഉണ്ടാക്കുന്നത്. പിന്നെ ആ ഷോപ്പിനകത്ത് കയറിയ മുകളിലും സൈഡിലും എല്ലായിടത്തും പല ടൈപ്പ് ഓഫ് ഷൂസാണ്. ഒക്കെ വുഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. എങ്ങനെ അത് ഇട്ടിട്ട് കംഫർട്ടബിളായിട്ട് നടക്കാമെന്നറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അവരൊരു ട്രഡീഷണൽ ഷൂ ആണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ വുഡൻ ഷൂസ് അല്ലാണ്ട് ഒരു സൊവനിയർ വാങ്ങേണ്ട ഷോപ്പ് പോലെയും കൂടിയാണ്. കാരണം അവിടെ കുറേ സൊവനീഴ്സ് ഉണ്ട്. പിന്നെ കുറേ ക്യൂട്ടായിട്ടുള്ള ടുലിപ്സിൻ്റെ സൊവനിയർ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഈ ഷൂസിൻ്റെ മിനിയേച്ചർ ഫോംസ് ഉണ്ട്. അത്യാവശ്യം കോസ്റ്റ്ലിയാണ് ഈ സൊവനീഴ്സ്. കാരണം എനിക്ക് തോന്നുന്നു വുഡ് കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഈ സൊവനീഴ്സൊക്കെ നമ്മുടെ നോർമൽ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ആണ്. പക്ഷെ എന്തായാലും ഒരു ക്യൂട്ട് ഷോപ്പായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നടന്ന് വരുമ്പോൾ ചെറിയൊരു ഫാം പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി എന്താ പറയുക, ഒരു സിറ്റി സ്ഥലത്തൊന്നുമല്ല, കുറച്ച് ഉള്ളിലോട്ട് മാറിയിട്ടുള്ളൊരു സ്ഥലത്താണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഭംഗി ആ സ്ഥലത്തിനുണ്ട് ആക്ച്വലി. അങ്ങനെ നമ്മൾ തിരിച്ച് ആംസ്റ്റർഡാം സെൻറ്ററിൽ എത്തിയപ്പോഴാണ് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ഈ കാഴ്ച കണ്ടത്. ഇതാണ് സെയിൽ ഫെസ്റ്റ്. ഐ തിങ്ക് ആംസ്റ്റർഡാമിൽ ഇതൊരു 5 years കൂടുമ്പോൾ വൺസ് നടക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മൾ റോഡിൽ ട്രാഫിക് കണ്ടിട്ടുണ്ട്, പക്ഷേ വെള്ളത്തിൽ നിങ്ങൾ ട്രാഫിക് കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫുൾ ഷിപ്സും അതുപോലെ കുറേ ബോട്ടും അങ്ങനെയൊക്കെ ആയിട്ട് വെള്ളത്തിലുള്ളൊരു ട്രാഫിക് ജാമായിരുന്നു അത്. പക്ഷേ ഭയങ്കര അടിപൊളിയായിരുന്നു. അന്ന് അതിൻ്റെ ലാസ്റ്റ് ഡേ എന്തോ ആയിരുന്നു തോന്നുന്നു. നമ്മൾ പോകുന്നിടത്തൊക്കെ ഇതിൻ്റെ കുറേ റിലേറ്റഡ് ആയിട്ടുള്ള ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആംസ്റ്റർഡാമിൽ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള മാർക്കറ്റാണ്, അതായത് ആൽബർട്ട് ക്യൂബ് മാർക്കറ്റ്. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ അവിടെ നിന്ന് ഒരു ലഞ്ച് കഴിക്കാൻ ഒരു ചെറിയൊരു സ്റ്റാളിൽ പോയതാണ്. ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഫുഡ് അത്രയും അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ ആ ഒരു വിശപ്പിൽ അതങ്ങോട്ട് കഴിച്ചു പോയി. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ ടൈപ്പ് ഓഫ് ഫിഷ് ഉണ്ട്, കുറേ ഫ്ലവേഴ്സ് ഉണ്ട്,
യൂഷ്വലി നമ്മളൊരു ഫാമേഴ്സ് മാർക്കറ്റിൽ പോയി കാണുന്ന അത്രയും അധികം സാധനങ്ങളുണ്ട്. പക്ഷേ ജർമ്മനിയിൽ നമ്മൾ ഇത്രമാത്രം ഫിഷ് ഞാൻ ഇവിടെ വന്നേ പിന്നെ കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ നെതർലൻഡ്സിൻ്റെ ഫേമസ് ആയിട്ടുള്ള സ്ട്രൂപ്പ് വാഫിൾ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ജ്യൂസൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ സിറ്റി സെൻറ്ററൊക്കെ കുറേ നടന്ന് കണ്ടു. നമ്മളങ്ങനെ മ്യൂസിയംസിൻ്റെ അകത്തൊന്നും പോയില്ല, കാരണം ഒന്നാമത് നമുക്കത്ര സമയമില്ല. നമ്മളൊരു 1 ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ഫുള്ളി സെയിൽ ഫെസ്റ്റ് നടക്കണ കാരണം ഭയങ്കര തിക്കും തിരക്കും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഇവൻറ്റ്സൊക്കെ ഇങ്ങനെ നടക്കണ കാണായിരുന്നു. പിന്നെ ട്രാംസും കാര്യങ്ങളൊക്കെ ഡിലേഡ് ആയിരുന്നു, കാരണം ഈ പരിപാടി കുറച്ച് വലുതായ കാരണം നമുക്ക് എന്താ പറയുക, തിരക്കും ബഹളമൊക്കെ ആയ കാരണം പോവാനും അത്ര ഈസി ആയിരുന്നില്ല അന്നത്തെ ദിവസം. ബട്ട് ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആംസ്റ്റർഡാം പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കുറേ നല്ല മ്യൂസിയംസ് ഉണ്ട്. ഞാൻ ഓൾറെഡി പോയതാണ്. അപ്പോൾ നിങ്ങളുടെ ഐറ്റിനറിയിൽ നിങ്ങൾക്ക് അതും കൂടി ആഡ് ചെയ്യാം. പോവല്ലേ, വീഡിയോ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ആംസ്റ്റർഡാമിൽ ഈ കനാലും അല്ലെങ്കിൽ ബോട്ടും ഒക്കെ കാണിക്കാണ്ട് എങ്ങനെയാണ് വീഡിയോ എൻഡ് ചെയ്യുക? നമ്മൾ ആംസ്റ്റർഡാമിൽ ബോട്ട് റൈഡ് ചെയ്യണമെന്ന് വിചാരിച്ചു, പിന്നെ നമ്മളത് ചെയ്തില്ല. കാരണം നമ്മൾ കോബ്ലൻസിൽ ഓൾറെഡി ഒരു ബോട്ട് റൈഡ് ചെയ്ത കാരണം ഇവിടെയും അത് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ജസ്റ്റ് അതിൻ്റെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ നമ്മൾ അവിടുത്തെ കുറേ സ്ട്രീറ്റ്സിലൂടെയൊക്കെ നടന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബെഗിൻ ഹോഫ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ആണ്. അവിടെ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്, പക്ഷേ ടൂറിസ്റ്റിന് വിസിറ്റ് ചെയ്യാം. അവിടെ ഒരു ചാപ്പലുണ്ട്, പിന്നെ അവിടുത്തെ ഒരു ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷേ സൗണ്ടൊന്നും അധികം ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ നമ്മൾ കുറേ ഷോപ്പിംഗ് സ്ട്രീറ്റിൽ പോയി, പിന്നെ അതുപോലെ തന്നെ റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റിൽ പോയി. പക്ഷേ അവിടെ നമുക്ക് വീഡിയോ ക്യാമറ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൈനീസ് ഒരു ഏരിയ ആണ്. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ചൈനീസ് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്ച്വലി ഇത് ചൈന ടൗൺ എന്നാണ് പറയുന്നത്. അങ്ങനെ ഇത് നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ ട്രിപ്പിൻ്റെ എൻഡായി. ഇനി നമുക്ക് വീണ്ടും ആംസ്റ്റർഡാം സെൻട്രലിൽ നിന്ന് ട്രെയിൻ എടുത്തിട്ട് നമ്മുടെ സ്ലോട്ടർഡൈക്കിൽ പോയി അവിടെ നിന്ന് വീണ്ടും ഫ്ലെക്സ് ബസ് എടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു ആംസ്റ്റർഡാം ട്രിപ്പ്. ആംസ്റ്റർഡാം എന്ന് പറയുന്നത് തന്നെ ഒരു കുഞ്ഞ് സിറ്റിയാണ് ആക്ച്വലി, പക്ഷേ ഭയങ്കര ക്രൗഡഡ് ആണ്. കാരണം അത്യാവശ്യം ടൂറിസ്റ്റിക് ആയിട്ടുള്ള സ്ഥലമായ കാരണം നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോയിൽ കണ്ടറിയാം, ഫുൾ തിരക്കാണ്. അതിൻ്റെ കൂടെ തന്നെ അതൊരു ബൈക്ക് സിറ്റിയും കൂടിയാണ്. അപ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് ഈ ബൈക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ സൈക്കിളിനെയാണ് ആക്ച്വലി. അപ്പോൾ സൈക്കിൾക്കാരുടെ നിന്ന് നല്ല ഇടി കിട്ടും. അപ്പോൾ അത്രയും ക്രൗഡഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. പിന്നെ വർക്കിംഗ് ഡേ ആയാലും വീക്കെൻഡ് ആയാലും ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഇവിടെ ഇങ്ങനെയാണ്. അതാണ് ഈ സ്ഥലത്തിൻ്റെ വേറൊരു പ്രത്യേകത. അപ്പോൾ ഇന്ന് അത്രയൊക്കെ ഉള്ളൂ. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ ഇതുപോലത്തെ കുറേ ട്രാവൽ വ്ളോഗ്സും അതുപോലെ തന്നെ വേറെ കുറേ വീഡിയോസൊക്കെ ആയിട്ട് ഇനി നമുക്ക് കാണാം. സോ അൺടിൽ ദെൻ സീ യു ഗൈസ്, ബൈ ബൈ.